സമയം രാത്രിയാണ്. അമേരിക്കയിലെ ഒക്ലഹോമയാണ് സ്ഥലം. കുറച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരു ട്രിപ്പിന് വന്നിരിക്കുകയാണ്. ഈ സമയം നല്ല മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല ഇടിയും മിന്നലും എടുക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും ഇപ്പൊ കാറിനകത്താണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് അവരൊരു കാര്യം കാണുന്നത്. ഇടി വെട്ടുന്നതിനനുസരിച്ച് അവിടുത്തെ ലൈൻ കമ്പിയൊക്കെ ഇങ്ങനെ പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. അതിലൊരുത്തന്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്. ആ ലൈൻ കമ്പിയിൽ നിന്നുണ്ടാവുന്ന സ്പാർക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവൻ വേഗം വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് ഒരു വലിയ ചുഴലിക്കാറ്റ് അവിടെ രൂപം കൊള്ളുന്നത്. അങ്ങനെ ആ ചുഴലിക്കാറ്റ് വളരെ വേഗത്തിൽ അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ആ വണ്ടി മൊത്തം തകർത്ത് കളഞ്ഞു. അതിൽപ്പെട്ട് അതിലുണ്ടായിരുന്ന കുട്ടികൾ മൊത്തം മരിച്ചു പോവാണ്. ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോസ്. അവരിപ്പോ 2 വണ്ടികളായിട്ട് വരികയാണ്. ഇവരുടെ മെയിൻ പരിപാടി ഡോക്യുമെന്ററി ഫിലിം മേക്കിംഗ് ആണ്. ഇതിലെ മുന്നിലത്തെ വണ്ടി കണ്ടോ, ടാങ്ക് പോലെയാണ് ഇരിക്കുന്നത്. ഈ വണ്ടിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പിന്നെ പുറകിലുള്ള വണ്ടി, ഇവര് ഡോക്യുമെന്ററി എടുക്കുന്നത് ഈ ചുഴലിക്കാറ്റുകളെ കുറിച്ചാണ്. അപ്പൊ ചുഴലിക്കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ട്രാക്ക് ചെയ്യണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പുറകിലുള്ള ഈ വാനിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി ആ ചുഴലിക്കാറ്റ് കാരണം കുട്ടികളൊക്കെ മരിച്ചല്ലോ. ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് ഒക്കെ അവരുടെ വണ്ടിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതും കേട്ടുകൊണ്ടാണ് അവരിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അടുത്ത ചുഴലിക്കാറ്റ് നല്ല വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യണം, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ട് കാശുണ്ടാക്കണം. ഇതാണ് ഇവരുടെ പരിപാടി. ഇനിയിപ്പോ ഈ ടാങ്ക് പോലെ ഇരിക്കുന്ന ആ വണ്ടി ഓടിക്കുന്ന ആളെ കണ്ടില്ലേ, ഇവന്റെ പേര് പീറ്റർ എന്നാണ്. ഇവനാണ് ഈ പരിപാടിക്ക് വേണ്ടിയുള്ള കാശൊക്കെ മുടക്കുന്നത്. അതായത് ഈ 2 വണ്ടികളും അതിലുള്ള സെറ്റപ്പ് മൊത്തം ഈ പീറ്ററിന്റേതാണ്. പിന്നെ അവന്റെ കൂടെ ഇരിക്കുന്ന 2 പേര്, ഇവര് 2 പേരും ക്യാമറ ഓപ്പറേറ്റേഴ്സ് ആണ്. മുന്നിലിരിക്കുന്നവന്റെ പേര് ജേക്കബ് എന്നും ബാക്കിലിരിക്കുന്നവന്റെ പേര് ലൂക്കാസ് എന്നുമാണ്. ഇനിയിപ്പോ പുറകിലത്തെ വാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 ആൾക്കാരാണുള്ളത്. ഇതിലുള്ള ഈ ലേഡിയുടെ പേര് ആലിസൺ എന്നാണ്. ഇവളാണ് ഈ ചുഴലിക്കാറ്റിനെ ട്രാക്ക് ചെയ്യുന്നത്. ഒരുപാട് വർഷമായിട്ട് ഇവൾ ഈ ചുഴലിക്കാറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഒക്കെ അറിയാം. പിന്നെ ഈ വണ്ടി ഓടിക്കുന്നവൻ, അവന്റെ പേര് ഡാരിൽ എന്നാണ്. ഈ 2 വണ്ടികളിലെ ആൾക്കാരും വയർലെസ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ ഇന്നത്തെ ദിവസം ഇവർ വല്ലാത്തൊരു നിരാശയിലാണ്. കാരണം ഒരു കിടിലൻ ചുഴലിക്കാറ്റാണ് അവർക്കിപ്പോൾ മിസ്സായിരിക്കുന്നത്. ആ ചുഴലിക്കാറ്റ് അടിക്കുന്ന സമയത്ത് ഇവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ അവർക്കത് മിസ്സായി. അങ്ങനെ ആ ഒരു നിരാശയിൽ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ടിവിയിൽ ന്യൂസിൽ ഒരു കാര്യം പറയുന്നത്. ആലിസൺ ഇപ്പം അത് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ 5 സ്റ്റേറ്റുകളിലായിട്ട് ഉടനെ തന്നെ ചുഴലിക്കാറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഏരിയയിലുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറേണ്ടതാണ് എന്നാണ് ന്യൂസിൽ പറയുന്നത്. അത് കേട്ടതും ആലിസൺ വേഗം വയർലെസ് എടുത്തിട്ട് പീറ്ററിനെ വിളിച്ച് കാര്യം പറയാണ്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ അടുത്ത ഹീറോസ്. ഇവന്റെ പേര് ഡോണി എന്നാണ്. ഇവനൊരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. എന്നാൽ ഇവന്റെ മെയിൻ ഹോബി ഒരു ക്യാമറ എടുത്തിട്ട് കണ്ണ് കാണുന്ന മുഴുവൻ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് നടക്കലാണ്. ഈ വീഡിയോസിന് ഇവൻ പറയുന്നത് ടൈം ക്യാപ്സ്യൂൾ എന്നാണ്. അതായത് ഇവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവനിപ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് 25 വർഷം ആ വീഡിയോ ക്ലിപ്പൊക്കെ അവൻ സേവ് ചെയ്ത് വെക്കും. ഇത് ഇവന് 41 വയസ്സാവുമ്പോൾ ഇവന് തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അച്ഛന്റെയും അനിയന്റെയും കൂടെയാണ് ഇവനിപ്പോൾ താമസിക്കുന്നത്. ഇവന്റെ അമ്മ മരിച്ചുപോയി, ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു. അതിനെ തുടർന്ന് ഇവൻ വല്ലാത്തൊരു ഡിപ്രഷനിലായിരുന്നു. ആ ഡിപ്രഷനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ ഈ വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയത്. അങ്ങനെ അവൻ അവന്റെ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം അവൻ അടുത്തതായിട്ട് പോകുന്നത് അവന്റെ അനിയന്റെ അടുത്തേക്കാണ്. ഇവന്റെ പേര് ട്രേ എന്നാണ്. അങ്ങനെ അനിയന്റെ കുറെ കാര്യങ്ങളും അവനിപ്പോൾ ഷൂട്ട് ചെയ്തു. അതും കഴിഞ്ഞിട്ട് അവൻ അടുത്തായിട്ട് പോകുന്നത് അവന്റെ അച്ഛന്റെ അടുത്തേക്കാണ്. അച്ഛന്റെ പേര് ഗ്യാരി എന്നാണ്. ഇവര് തന്നെ പഠിക്കുന്ന സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പളാണ് ഇയാള്. ഇപ്പൊ ഇന്നത്തെ ദിവസം ആ സ്കൂളിൽ ഒരു ഗ്രാജുവേഷൻ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അയാൾ. ഈ സമയം അവിടെ ന്യൂസ് കാണിക്കുന്നുണ്ട്. ആ ന്യൂസിൽ പറയുന്നത് ആ ചുഴലിക്കാറ്റിന്റെ കാര്യമാണ്. ഇനി ഈ ചുഴലിക്കാറ്റ് കാരണം ഇന്നത്തെ ഫംഗ്ഷൻ എങ്ങാനും കൊളാവോ എന്ന ടെൻഷനിലാണ് അയാൾ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ആ ടൈം ക്യാപ്സ്യൂളിന്റെ ഫൂട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഡോണി ഇപ്പൊ അവന്റെ അനിയനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ട്രേ ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അവന്റെ അച്ഛൻ ഇപ്പൊ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് കാറിൽ അയാൾ എന്തൊക്കെയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഡോണി അങ്ങോട്ട് വരുന്നത്. അവൻ സൈക്കിളിലാണ് പോകുന്നത്. അത് കാണുമ്പോൾ നിനക്ക് ഇനിയെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നൂടെ എന്നാണ് അവന്റെ അച്ഛൻ ചോദിക്കുന്നത്. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മ മരിച്ചതിന് ശേഷം ഇവനൊരു വല്ലാത്ത പ്രകൃതമാണ്. അച്ഛനോടൊന്നും ഡോണി അധികമായിട്ട് സംസാരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെന്ന് ചോദിക്കുമ്പോൾ ഡോണി പറയുന്നത്, ഞാൻ ഇത്രയും കാലം സൈക്കിളിലല്ല പോയിക്കൊണ്ടിരുന്നത്, ഇനി ആ സ്വഭാവം ഒന്നും മാറ്റാൻ എനിക്ക് വയ്യ, ഞാൻ ഇങ്ങനെ തന്നെ പോയിക്കോളാന്നും പറഞ്ഞിട്ട് ഡോണി അവന്റെ സൈക്കിൾ എടുത്തിട്ട് പോവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഡോക്യുമെന്ററി ടീമൊക്കെ ഇപ്പൊ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ്. പെട്രോൾ അടിക്കണം, പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ അവർ അവിടെ നിർത്തിയിരിക്കുന്നത്. ഈ സമയം നമ്മുടെ പീറ്റർ ആണെങ്കിൽ അവന്റെ പാർട്ട്ണറുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഫണ്ടിങ്ങിന്റെ കാര്യമാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പീറ്റർ ഇപ്പോൾ അവന്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഉടനെ തന്നെ ഒരു ചുഴലിക്കാറ്റിനെ ട്രാക്ക് ചെയ്യും. ഇത്തവണ അത് കുറച്ച് വലുതായിരിക്കും. എങ്ങനെയെങ്കിലും അത് മൊത്തത്തിൽ ഷൂട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന്റെ വിഷ്വൽസ് ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ മുടക്കിയ പൈസയൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാണ് അവൻ പറയുന്നത്. പാർട്ട്ണർ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ സമയം പാർട്ട്ണർ അവന്റെ അടുത്ത് ചോദിക്കുന്നത് അവരുടെ കൂടെയുള്ള ആലിസിനെ കുറിച്ചാണ്. കാരണം ആലിസിനെ ഇവരുടെ കൂടെ പോസ്റ്റ് ചെയ്തത് ഇവന്റെ പാർട്ട്ണറാണ്. ഇപ്പൊ ആലിസിനെ കുറിച്ചിട്ട് അയാൾ ചോദിക്കുമ്പോൾ പീറ്റർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ആലിസണിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നീ നിർബന്ധിച്ചിട്ടാണ് ഇവളെ ഞാൻ അപ്പോയിന്റ് ചെയ്തത്. പക്ഷെ ആളൊരു തണുപ്പം മട്ടാണ്. എനിക്ക് തോന്നുന്നില്ല ഇവള് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ. എങ്കിലും ഞാൻ ഇന്നത്തെ ദിവസം നോക്കട്ടെ, എനിക്കിത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ടീമിൽ നിന്ന് ഇവിടെ മാറ്റേണ്ടി വരും എന്നാണ് പീറ്റർ പറയുന്നത്.
ഇതേ സമയം തന്നെ ആലിസൺ ആണെങ്കിൽ ആ വാനിന്റെ അകത്തിരുന്നിട്ട് ആ ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പീറ്റർ അവളുടെ അടുത്തേക്ക് വരുന്നത്. അയാളിപ്പോ ചോദിക്കുന്നത് എങ്ങോട്ടാണ് ആ ചുഴലിക്കാറ്റ് പോകുന്നത്, ഇന്നെങ്കിലും നമുക്കതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അതേക്കുന്ന ആലിസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അതുപോലെ ഫോളോ ചെയ്യണ്ട. കാരണം ഞാൻ നോക്കിയിട്ട് ഈ ചുഴലിക്കാറ്റ് ഇങ്ങനെ വല്ലാണ്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ന്യൂസിൽ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചുഴലിക്കാറ്റ് ഉറപ്പായിട്ടും പോകാൻ പോകുന്നത് സിൽവർടോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പക്ഷെ അങ്ങോട്ട് ഈ ചുഴലിക്കാറ്റ് പോവും എന്ന കാര്യം ന്യൂസിൽ എവിടെയും പറയുന്നില്ല. അത് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുകയും വേണ്ട. എൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ശരിയാണെങ്കിൽ സിൽവർടോണിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടിലനായിട്ട് തന്നെ ചുഴലിക്കാറ്റിനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ആലിസൺ പറയുന്നത്. ഇവളീ സംസാരിക്കുന്ന സമയത്ത് ആ ഡയറിൽ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ സമയം പീറ്റർ ഡയറിയുടെ അടുത്താണ് ചോദിക്കുന്നത്, എന്താണ് നിന്റെ അഭിപ്രായം? ഇവള് പറഞ്ഞ പോലെ തന്നെ സിൽവർടോണിലേക്ക് തന്നെ നമുക്ക് പോയാൽ മതിയോ എന്നാണ് പീറ്റർ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഇവളല്ലേ ഈ കാര്യത്തിൽ എക്സ്പേർട്ട്, അതുകൊണ്ട് ഇവള് പറയുന്ന പോലെ തന്നെ നമുക്ക് കേൾക്കാം എന്നാണ് ഡയറിൽ പറയുന്നത്. അവനും കൂടെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ, ഓക്കെ ആലിസൺ, നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിൽവർടോണിലേക്ക് പോവാം. പക്ഷെ ഇന്നെങ്ങാനും നമുക്ക് ആ ചുഴലിക്കാരനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നത്തോടെ നിന്റെ ജോലിയും തീരുന്നും പറഞ്ഞിട്ട് അയാൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പൊ അവള് പറഞ്ഞ സ്ഥലത്തേക്ക് അയാൾ പോവാന്ന് സമ്മതിച്ചുകൊണ്ട് അവൾക്ക് സന്തോഷമായി. ഇനി കാണിക്കുന്നത് മറ്റൊരു ടീമിനെയാണ്. ഈ ഒരു ടീം തന്നെ കിറുക്കന്മാരാണ്. യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി ഇവരെന്ത് വേണമെങ്കിലും കാണിക്കും. ഇപ്പൊ തന്നെ അവരൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരിപ്പോ അതിനകത്തേക്ക് തീയിട്ടു. വേറൊരുത്തൻ ഒരു വണ്ടിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. അവനിപ്പോ അവന്റെ വണ്ടി ഓടിച്ചു വന്നിട്ട് ആ പൂളിലേക്ക് ജമ്പ് ചെയ്യാണ്. അവൻ ആ കത്തിക്കൊണ്ടിരിക്കുന്ന പൂള് ചാടി കടന്നിട്ട് അപ്പുറത്തേക്ക് എത്തണം. അതാണ് അവരിപ്പോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്നാൽ അവൻ ആ വണ്ടിയുമായിട്ട് ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ വണ്ടി നേരെ ആ പൂളിന്റെ അറ്റത്താണ് വന്ന് വീഴുന്നത്. അതോടുകൂടെ ആ പൂളാണെങ്കിൽ പൊട്ടിപ്പോവുകയും ചെയ്തു. എങ്കിലും നല്ലൊരു കിടിലം വീഡിയോ ആണ് അവർക്ക് കിട്ടിയത്. ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാവും എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. ആ പൂള് തകർത്ത് കണ്ട് അവരവിടെ കിടന്നിട്ട് ബഹളം വെക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ പീറ്ററിന്റെ ടാങ്ക് അതിലെ പോകുന്നത്. ഈ വണ്ടി ചുഴലിക്കാറ്റിനെ ചേസ് ചെയ്യുന്നതാണ് എന്ന കാര്യം ഈ കിറുക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ യവന്മാരും ആ വണ്ടിയുടെ പുറകെ പോവാണ്. അങ്ങനെ പീറ്റർ ആ ടാങ്കുമായിട്ട് നേരെ ഒരു മലയുടെ മുകളിലേക്ക് എത്തി. അതിനുശേഷം അയാളിപ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ക്യാമറയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുഴലിക്കാറ്റിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു വണ്ടിയാണിത്. ഇതിനെ ഒരു പേരിട്ടിരിക്കുന്നത് ടൈറ്റസ് എന്നാണ്. ഈ വണ്ടിയുടെ 4 ഭാഗത്തും ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗ്ലാസുകളൊക്കെ നല്ല പവർഫുൾ ആണ്. അങ്ങനെ പെട്ടെന്നൊന്നും അതിനെ തകർക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ ബോഡിയും. പിന്നെ ഇതിന്റെ മുമ്പിലായിട്ട് ഒരു വിഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 ടൺ ഭാരം വരെ ആ വണ്ടിക്ക് വലിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ അടുത്ത പ്രത്യേകത ഇതിന്റെ 2 ഭാഗങ്ങളിലായിട്ട് ആങ്കേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയാണെങ്കിൽ ആ ആങ്കേഴ്സ് ഉപയോഗിച്ചിട്ട് അതിന് ഭൂമിയിൽ ഇങ്ങനെ തറച്ചു നിർത്താൻ പറ്റും. അതുകൊണ്ട് കാറ്റടിച്ചാലും ഈ വണ്ടി പറന്നു പോകത്തില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ റൂഫിലാണ്. അവിടെ ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ ഒരു വലിയ ക്യാമറയും വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രത്യേക ഭാഗത്തിനെ 360 ഡിഗ്രി തിരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ചുഴലിക്കാറ്റിന്റെ അകത്തേക്ക് ഇവർ പോയി കഴിഞ്ഞാലും ആ ചുഴലിക്കാറ്റിന്റെ ഉൾഭാഗം മൊത്തം നല്ല ക്ലിയർ ആയിട്ട് ഇവർക്ക് കാണാൻ പറ്റും. അവിടെ ക്യാമറ വെച്ചതുകൊണ്ട് ആ ചുഴലിക്കാറ്റിനെ 360 ഡിഗ്രി ഇവർക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകതകൾ. അപ്പൊ ഈ വണ്ടിയുടെ പേര് മറക്കണ്ട, ടൈറ്റസ്. ഈ കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ ഷൂട്ട് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ഡോണിയും ട്രേയും ഇപ്പൊ അവരുടെ സ്കൂളിലെത്തി. ട്രേ ഇപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കൂടെ തന്നെ ഡോണിയും നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് കേറ്റ്ലിൻ എന്നാണ്. ഈ ഡോണിക്ക് ഇവളോടൊരു ഇഷ്ടമുണ്ട്. എന്നാൽ അവൻ ഇതുവരെയായിട്ടും അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഈ കാര്യം ട്രേക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, ഇന്നെങ്കിലും നീ അവളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയും. ഇവിടുത്തെ വീഡിയോ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും നീ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അവളോട് പോയിട്ടൊന്ന് സംസാരിക്കാൻ നോക്ക് എന്നാണ് ട്രേ പറയുന്നത്. അത് കേട്ടതും ഡോണി വേഗം കേറ്റ്ലിന്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ അവൾ ഇരിക്കുന്നത് അവിടുത്തെ കഫറ്റേരിയയിലാണ്. എന്നാൽ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ വല്ലാത്തൊരു ടെൻഷനിലാണ്. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നത് അവൾക്ക് ഈ ആഴ്ച ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഈ ഏരിയയിലായിട്ട് ഒരു ഫാക്ടറി ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ചില വീഡിയോസ് ആണ് അവൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അവൾ ആ ഫാക്ടറിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതൊക്കെ കറപ്റ്റഡ് ആയി. അവൾക്കത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമത്തിലാണ് അവള്. ആ കാര്യം അവൾ ഡോണിയുടെ അടുത്ത് പറഞ്ഞു. അതേക്കുമ്പം ഈ ഫാക്ടറി എന്ന് പറയുന്നത് അവിടുത്തെ ആ പേപ്പർ മില്ലല്ലേ? എനിക്കറിയാതെ. നിന്റെ പ്രശ്നം എന്താ? ഈ ആഴ്ച നിനക്ക് ആ വീഡിയോസ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. ഞാൻ അതിന് നിന്നെ സഹായിക്കാം. ഇന്ന് തന്നെ നമുക്ക് ആ ഫാക്ടറിയിലേക്ക് പോയിട്ട് അതെല്ലാം റീഷൂട്ട് ചെയ്യാം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പം ഇന്ന് ഗ്രാജുവേഷൻ അല്ലേ? ഈ ഗ്രാജുവേഷന്റെ സമയത്ത് എങ്ങനെയാണ് നീ എന്റെ കൂടെ വരുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അവളുടെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട. എന്റെ ഇവിടുത്തെ പണി എന്താണ്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. അതൊക്കെ ഞാൻ എന്റെ അനിയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യമൊക്കെ അവൻ നോക്കിക്കോളും. നമുക്ക് നിന്റെ കാര്യം ഷൂട്ട് ചെയ്യാം എന്നാണ് അവൻ പറയുന്നത്. അവൻ അത് പറയുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. അവർ ഈ സംസാരിക്കുന്നൊക്കെ ട്രേ അപ്പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഡോണി വേഗം ട്രേയുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചൊക്കെ നീ കേട്ടല്ലോ. ഞാനിപ്പോൾ അവളുടെ കൂടെ ആ പേപ്പർ മില്ല് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഗ്രാജുവേഷന്റെ മുഴുവൻ കാര്യങ്ങളും നീ നമ്മുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം എന്നാണ് ഡോണി പറയുന്നത്. ട്രേ ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ആ ഗ്രാജുവേഷന് വേണ്ടി ആ സ്കൂളിലായിട്ട് ഒരു സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രേ ആണെങ്കിൽ അവന്റെ ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ ആലിസൺ ആണെങ്കിൽ ആ വാനിലിരുന്നിട്ട് അവളുടെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. അവളുടെ ഫാമിലിയിലുള്ളത് അവളുടെ അമ്മയും പിന്നെ അവളുടെ ഒരു മകളുമാണ്. ഈ സമയം ഇവളും ടീമും ഉള്ളത് ആ സിൽവർടോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ അവൾ മകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ റൂമിൽ നിന്നും പീറ്റർ അവളെ വിളിക്കുന്നത്. അവൾ ഉടനെ തന്നെ പീറ്ററിന്റെ അടുത്തേക്ക് ചെന്നു. അവൾ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പീറ്ററും ടീമും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസിൽ പറയുന്നത് ആ ചുഴലിക്കാറ്റ് ഇപ്പൊ പോകുന്നത് റിവർസൈഡ് എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണെന്നാണ്. എന്നാൽ ഈ റിവർസൈഡ് എന്ന് പറഞ്ഞ സിറ്റി ഇപ്പൊ ഇവരിയ്ക്കുന്ന സ്ഥലത്തു നിന്നും കുറെ ദൂരെയാണ്. ആ ന്യൂസ് ആലിസന് കാണിച്ചു കൊടുത്തതിന് ശേഷം പീറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നീ പറഞ്ഞിട്ടല്ലേ നമ്മളിപ്പോ ഈ സിൽവർ ടോണിലേക്ക് വന്നിരിക്കുന്നത്, എന്നാൽ ചുഴലിക്കാറ്റ് അടിക്കാൻ പോകുന്നത് റിവർസൈഡിലാണ്. ഇനിയിപ്പോൾ നമ്മൾ എത്ര ദൂരം അങ്ങോട്ട് സഞ്ചരിക്കണം? ഇതാണ് ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞത്, നമുക്ക് ന്യൂസ് ഫോളോ ചെയ്താൽ മതിയെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടന്നില്ലേ? ഇനിയിപ്പോൾ അധികം സംസാരിച്ചൊന്നും നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് വേഗം റിവർ സൈഡിലേക്ക് പോവാം എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന ബാക്കിയുള്ളവർ പറയുന്നത്, നമ്മൾ എന്തിനാണ് ഇപ്പൊ തിടുക്കപ്പെട്ട് റിവർ സൈഡിലേക്ക് പോകുന്നത്? ചുഴലിക്കാറ്റ് ഇനിയും ഉണ്ടാവും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തൂടെ എന്നാണ് ബാക്കിയുള്ളവർ ചോദിക്കുന്നത്. എന്നാൽ പീറ്റർ അതിന് സമ്മതിക്കുന്നില്ല. ഈ ഒരു സീസണിൽ ഒറ്റ വീഡിയോ പോലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്തായാലും ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് വേഗം എല്ലാവരും റെഡി ആയിക്കോ എന്നാണ് പീറ്റർ പറയുന്നത്. എന്നാൽ അയാൾ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് അവിടെ മഴ പെയ്യുന്നത്, നല്ല ശക്തമായിട്ടുള്ള മഴ. ആലിസൺ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ വെള്ളമല്ല താഴേക്ക് വീഴുന്നത്, ആലിപ്പഴമാണ്, അതും നല്ല വലിപ്പത്തിലുള്ള ഐസുകൾ. അങ്ങനെ എല്ലാവരും വേഗം തന്നെ അവരുടെ വാനിലേക്ക് കയറാണ്. ഈ സമയത്താണ് അവർ പുതിയൊരു റിപ്പോർട്ട് കാണുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ആ ചുഴലിക്കാറ്റ് ഇപ്പൊ അവർ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് വരുന്നതെന്നാണ്. അത് കാണുമ്പോൾ അവർക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ അവർക്ക് റിവർ സൈഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ചുഴലിക്കാറ്റിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവരെല്ലാ കാര്യവും സെറ്റ് ചെയ്യുകയാണ്. ഈ സമയം തന്നെ സ്കൂളിലാണെങ്കിൽ ആ ഫംഗ്ഷൻ ആരംഭിച്ചു. ഇപ്പൊ പിള്ളേരെല്ലാം ആ സ്റ്റേജിന് മുമ്പിലിരിക്കുകയാണ്. അവിടെ നിന്ന് ആ പ്രിൻസിപ്പൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഡോണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ ആ കേറ്റിലിനെയും കൊണ്ട് ആ ഫാക്ടറിയിലെത്തി. അവരിപ്പം അവിടെ വീഡിയോ എടുക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പീറ്ററും ടീമും ഇപ്പൊ ആ ചുഴലിക്കാറ്റ് വരാൻ പോകുന്ന ആ സ്ഥലത്തേക്ക് എത്തി. അവരിപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ ക്യാമറ മൊത്തം സെറ്റ് ചെയ്യാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ചുഴലിക്കാറ്റ് ഇങ്ങനെ പതുക്കെ രൂപം കൊള്ളുന്നുണ്ട്. അങ്ങനെ അവരതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പൊ ലൈവ് പോവാണ്. അതിനിടയിലാണ് ആ കിറുക്കന്മാരിൽ 2 പേര് ഇപ്പൊ അവരുടെ ഒരു ട്രക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അവരിപ്പോ ആ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് ആ ചുഴലിക്കാറ്റിന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ചുഴലിക്കാറ്റിന്റെ ആ വോട്ടക്സ് ഇപ്പം നേരെ ഭൂമിയിലേക്ക് വന്നു. അത് താഴേക്ക് വന്നിട്ട് അവിടുത്തെ മരങ്ങളെ മൊത്തം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ സ്കൂളിലാണെങ്കിൽ ഇപ്പൊ അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ആ ഗ്രാജുവേഷൻ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് എല്ലാ കുട്ടികളുടെ അടുത്ത് സ്കൂളിലേക്ക് പോകാനാണ് പ്രിൻസിപ്പൾ ഇപ്പൊ പറയുന്നത്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിലേക്ക് ഓടുകയാണ്. ഈ സമയം പീറ്ററും കൂട്ടരുമാണെങ്കിൽ ആ ചുഴലിക്കാറ്റിന്റെ ദിശ മാറുന്നുണ്ട്. അവരിപ്പോ അവരുടെ വണ്ടിയിൽ കയറിയിട്ട് അതിനെ ഫോളോ ചെയ്തിട്ട് പോവാണ്. ഇപ്പൊ ആ കാറ്റിന്റെ വേഗത എന്ന് പറയുന്നത് 140 km/h ആണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ അവർ വണ്ടി നിർത്തി. ആ ചുഴലിക്കാറ്റ് ഇപ്പം അവരുടെ വണ്ടിയുടെ തൊട്ട് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വേഗം അവരുടെ വണ്ടിയിൽ നിന്നും ആ ആങ്കർ പുറത്തേക്ക് എടുക്കുകയാണ്. അതിനുശേഷം ആ വണ്ടി അവരവിടെ നിലത്തുറപ്പിച്ചു. ഇനിയിപ്പോൾ ആ ചുഴലിക്കാറ്റ് അവരുടെ വണ്ടിയെ കവർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഇരുന്നുകൊണ്ട് ആ ചുഴലിക്കാറ്റിന്റെ ഒരു 360 ഡിഗ്രി ഷൂട്ട് ചെയ്യാനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി പീറ്റർ ആണെങ്കിൽ ആ വണ്ടിയുടെ മുകളിലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ അതിന്റെ അകത്തേക്ക് കയറി. ഈ സമയം ചുഴലിക്കാറ്റാണെങ്കിൽ അവരുടെ തൊട്ട മുമ്പിലുണ്ട്. അത് അവിടെയുള്ള ഒരു വീട് മൊത്തം തകർത്ത് കളഞ്ഞു. അതിനുശേഷം വളരെ വേഗത്തിൽ അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അതിപ്പോ അവരുടെ വണ്ടിയുടെ തൊട്ടടുത്തെത്തിയതും പെട്ടെന്ന് അതിന്റെ ദിശ മാറിയിട്ട് അത് വേറൊരു വഴിക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കും നിരാശയായി. നല്ലൊരു കിടലൻ ചാൻസ് ആണ് അവർക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ആലിസൺ ആണെങ്കിൽ ആ ചുഴലിക്കാറ്റ് ഇപ്പൊ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതിൽ നിന്നും അതിപ്പോ സ്കൂളിലേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഈ സമയം തന്നെ കുട്ടികളാണെങ്കിൽ ഇപ്പൊ സ്കൂളിനകത്തേക്ക് കയറി. ആ സ്കൂളിനകത്ത് ചുഴലിക്കാറ്റ് ബാധിക്കാത്തൊരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകാനാണ് ഇപ്പൊ കുട്ടികളുടെ അടുത്ത് പ്രിൻസിപ്പൾ പറയുന്നത്. എന്നാൽ ഈ സമയം ട്രേ ആണെങ്കിൽ ആ ചുഴലിക്കാറ്റ് വരുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു മരം തെറിച്ചിട്ട് ആ സ്കൂളിന്റെ അകത്തേക്ക് വരുന്നത്. അത് നേരെ ട്രെയിനിന്റെ മുമ്പിലാണ് വന്ന് വീഴുന്നത്. ഭാഗ്യത്തിന് അവനൊന്നും പറ്റിയില്ല. ഈ സമയം അവൻ നോക്കുമ്പോൾ ചുഴലിക്കാറ്റ് അവരുടെ സ്കൂളിന്റെ തൊട്ടടുത്തേക്ക് എത്തി. അവനിപ്പം അതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശമാണെന്ന് മനസ്സിലായപ്പോൾ അവന്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് അവൻ അവിടെ നിന്ന് പിടിച്ച് മാറ്റുകയാണ്. അങ്ങനെ എല്ലാ കുട്ടികളും ഇപ്പൊ ചുഴലിക്കാറ്റ് ബാധിക്കാത്ത ആ സ്കൂളിന്റെ ഒരു ഭാഗത്തേക്ക് എത്തി. ഇവിടെയാണ് കുട്ടികളുടെ ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും ഇപ്പൊ അവിടെ താന്നിരിക്കുകയാണ്. അങ്ങനെ 2-3 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ആ ചുഴലിക്കാറ്റ് അങ്ങോട്ട് എത്തി. അതിപ്പോ ആ സ്കൂളിന്റെ റൂഫ് മൊത്തം തകർത്ത് കളഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ചുഴലിക്കാറ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. എല്ലാവരും അവിടെ പിടിച്ചിരുന്നുകൊണ്ട് ആർക്കും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഈ സമയം ഡോണിയുടെ അച്ഛനായ ഗ്യാരി ആണെങ്കിൽ വേഗം അയാളുടെ ഫോൺ എടുത്തു. എന്നിട്ട് അയാൾ നേരെ വിളിക്കുന്നത് ഡോണിയാണ്. ഈ സമയം തന്നെ ഡോണി ആണെങ്കിൽ കേറ്റിലിനെയും കൊണ്ട് ആ ഫാക്ടറിക്കകത്ത് തന്നെയാണ്. അവനിപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവന്റെ അച്ഛന്റെ കോള് വരുന്നത്. എന്നാൽ അച്ഛൻ വിളിക്കുന്ന ആയതുകൊണ്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൻ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത കാണുമ്പോൾ ഗ്യാരി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ട്രേയുടെ ഫോൺ മേടിച്ചു. എന്നിട്ട് അതിൽ ഡോണിനെ വിളിക്കുകയാണ്. ട്രേ വിളിക്കുന്നതെന്ന് കാണുമ്പോൾ ഡോണി ഫോൺ അറ്റൻഡ് ചെയ്തു. ഈ സമയം അവന്റെ അച്ഛൻ അവനോട് ചോദിക്കുന്നത് നീ എവിടെയാണെന്നാണ്. അതേക്കുമ്പോൾ ഞാൻ ഇവിടെയുള്ള പേപ്പർ മില്ലിന്റെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവൻ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ അച്ഛനിപ്പം ആ ചുഴലിക്കാറ്റിനെ കുറിച്ച് പറയാൻ തുടങ്ങി.
എന്നാൽ ചുഴലിക്കാറ്റിന്റെ കാര്യം അയാൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ ഫോൺ കട്ടായി പോയി. പിന്നീട് അവർക്ക് റേഞ്ച് കിട്ടുന്നില്ല. അങ്ങനെ ആ ഫോൺ കട്ടായി കഴിഞ്ഞതും ആ ചുഴലിക്കാറ്റ് ഇപ്പൊ ആ പേപ്പർ മില്ലിന്റെ അടുത്തേക്ക് എത്തി. അതോടുകൂടെ ആ ബിൽഡിംഗ് മൊത്തത്തിൽ തകർന്നു വീഴാണ്. ഡോണിയും കേറ്റ്ലിനും ആണെങ്കിൽ അതിനകത്ത് പെടുകയും ചെയ്തു. ഇതേസമയം തന്നെ ഗ്യാരി ആണെങ്കിൽ ആ സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവിടുത്തെ കാഴ്ച അയാൾ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ സ്കൂളിന്റെ ഒരു ഭാഗം മൊത്തം തകർന്നു പോയിട്ടുണ്ട്. ഈ സമയം തന്നെ ആലിസൺ ആണെങ്കിൽ ഇപ്പൊ ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസിൽ ഇപ്പൊ കാണിക്കുന്നത് ആ ചുഴലിക്കാറ്റ് നാശം ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്. അങ്ങനെ ആ ന്യൂസ് ഒക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അടുത്തതായിട്ട് ആ ചുഴലിക്കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് അവളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ ഡോണിയും കേറ്റ്ലിനും ഇപ്പോഴും ആ ബിൽഡിങ്ങിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഡോണി നോക്കുമ്പോൾ കേറ്റ്ലിന്റെ കാലിന് നല്ലൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. അവനൊരു തുണി വെച്ചിട്ട് അതൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. ഈ സമയം തന്നെ ഗ്യാരിയും ട്രേയും ഡോണി അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. ട്രേ ഇപ്പൊ അവന്റെ അച്ഛന്റെ അടുത്ത് ഡോണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് അവനിപ്പോ കേറ്റ്ലിന്റെ കൂടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പേപ്പർ മില്ലിലേക്ക് പോയതെന്ന്. അങ്ങനെ അവര് തമ്മിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ അവരിപ്പോ ഒരു സ്ഥലത്തേക്ക് എത്തി. അവിടുത്തെ കാഴ്ച അവര് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവിടെയുള്ള വീടുകളും മൊത്തം തകർന്നു കിടക്കുകയാണ്. ഈ സമയം ഗ്യാരിയും ട്രെയിൻ നോക്കുമ്പോൾ അവിടെ ഒരു കാറ് തകർന്നു നടക്കുന്നുണ്ട്. അതിനകത്തൊരാളും കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണത്. മാത്രമല്ല ഗ്യാരിക്ക് ഇയാൾ അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഗ്യാരിയും ട്രെയിൻ വേഗം ചെന്നിട്ട് അയാൾ ആ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും വേറെയും 2 ആൾക്കാർ അങ്ങോട്ട് വന്നു. ഇപ്പൊ ആ പ്രായമായ മനുഷ്യന്റെ കാര്യം ആ ആൾക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ഗ്യാരിയും ട്രെയിൻ കൂടെ വീണ്ടും ഡോണി അന്വേഷിച്ചിറങ്ങാണ്. ഇതേസമയം തന്നെ ആലിസണും കൂട്ടരും ഇപ്പൊ സിറ്റിയിലേക്ക് എത്തി. അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ആ കിറുക്കന്മാരുണ്ടല്ലോ, അവരും അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മരടിച്ച് നല്ല ഫിറ്റാണ്. അത് കാണുന്ന ആലിസണും കൂട്ടരും വേഗം അവന്മാരുടെ അടുത്തേക്ക് ചെന്നു. കാരണം ഇപ്പോൾ ചുഴലിക്കാറ്റ് അങ്ങോട്ട് വരും എന്ന കാര്യം അവർക്ക് അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കിറുക്കന്മാരെ അവിടുന്ന് മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ അവന്മാർക്ക് പണി കിട്ടും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ആലിസണും കൂട്ടരും അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അവരെത്ര പറഞ്ഞിട്ടും ആ കിറുക്കന്മാരെ അവിടുന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചുഴലിക്കാറ്റ് അങ്ങോട്ട് വരുന്നത്. കുറച്ച് അപ്പുറത്തായിട്ട് ആ കിറുക്കന്മാരുടെ ആ ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ ചുഴലിക്കാറ്റ് ആ ട്രക്കിന് നേർക്കാണ് വരുന്നത്. അത് ഉടനെ തന്നെ ആ ട്രക്കിനെ അവിടുന്ന് തെറിപ്പിച്ചു കളഞ്ഞു. ആ ട്രക്കിന്റെ അടുത്തായിട്ട് ഒരു ബിൽഡിംഗും ഉണ്ട്. ചുഴലിക്കാറ്റ് ഇപ്പം ആ ബിൽഡിംഗും മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് കളയാണ്. ഇനിയിപ്പോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന കാര്യം ആലിസണും കൂട്ടർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവര് വേഗം അപ്പുറത്തെ ബിൽഡിംഗിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഈ സമയത്താണ് ഗ്യാരിയും ട്രേയും അവരുടെ വണ്ടിയിൽ അങ്ങോട്ട് എത്തുന്നത്. അങ്ങനെ അവിടേക്ക് എത്തിയതും ചുഴലിക്കാറ്റ് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. ഇപ്പൊ ഗ്യാരിയുടെ വണ്ടി ആ റോട്ടിൽ കടന്നിങ്ങനെ കറങ്ങാൻ തുടങ്ങി. എന്നാൽ അവരുടെ ഭാഗ്യത്തിന് ചുഴലിക്കാറ്റ് ആ വണ്ടി ഒന്നും തെറിപ്പിച്ച് കളഞ്ഞില്ല. അങ്ങനെ ഗ്യാരിയും ട്രേയും വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്. ഈ സമയം തന്നെ ആലിസന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെയുള്ള ഒരു ബിൽഡിംഗിന്റെ അകത്തേക്കാണ് ഓടുന്നത്. ട്രേ അവരുടെ പുറകെ പോയി. എന്നാൽ ഗ്യാരി അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോഴാണ് ആ ബിൽഡിംഗിന്റെ വാതിൽക്കലായിട്ട് ആ കിറുക്കന്മാരുടെ ട്രക്ക് വന്ന് വീഴുന്നത്. അതുകൊണ്ട് ഗ്യാരിക്ക് ഇപ്പം ആ ബിൽഡിംഗിന്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഇതേസമയം തന്നെ ആലിസൺ ആണെങ്കിൽ പീറ്ററിന്റെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. എന്നാൽ അവൾ ആ വാതിൽ തുറക്കുമ്പോഴേക്കും ചുഴലിക്കാറ്റ് അവളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഗ്യാരിയും കാണുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ചെന്നിട്ട് അവളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് അവൾ അവിടുന്ന് പറന്നു പോകുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചുഴലിക്കാറ്റ് അവിടുന്ന് പോയി. അതോടുകൂടെ അവർ രണ്ടുപേരും താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവരവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. ഇപ്പൊ പീറ്ററിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ക്യാമറമാൻ ഉണ്ടല്ലോ, ജേക്കബ്, ഈ ചുഴലിക്കാറ്റ് ആ വണ്ടിയൊക്കെ തകർത്ത് കളഞ്ഞത് കാണുമ്പോൾ അവനിപ്പോ പേടിയായി. ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്കിനി നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട് എന്ന കാര്യം ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഡാരിൽ ഇപ്പം ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. നീ പേടിക്കാതിരിക്കേ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഇല്ലേ, നമുക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല, നീ ഈ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാൽ മതി എന്നാണ് ഡാരിൽ പറയുന്നത്. അങ്ങനെ കുറെയൊക്കെ അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജേക്കബ് നടങ്ങി. ഈ സമയത്താണ് ഗ്യാരിക്ക് ഒരു പ്രശ്നം. ഇപ്പൊ അവന്റെ വണ്ടി തകർന്നു പോയല്ലോ, അവനിപ്പോ പോകാൻ വേറെ വണ്ടിയില്ല, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്നാണ് ഗ്യാരി ചോദിക്കുന്നത്. ആലിസൺ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഈ സമയം പീറ്റർ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ട്രേ ഏത് സമയം ക്യാമറയും കൊണ്ടാണ് നടക്കുന്നത്. ജേക്കബിന് പേടിയായതുകൊണ്ട് ചിലപ്പോൾ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പീറ്റർ ഇപ്പൊ ഗ്യാരിയുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. അതായത് ഇനിയുള്ള ചുഴലിക്കാറ്റിന്റെ വിഷ്വൽസ് ഒക്കെ അവൻ ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള കാശ് അയാൾ കൊടുക്കാവുന്ന. കാശ് കിട്ടുമെന്ന് അറിയുമ്പോൾ ഗ്യാരി ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ പറഞ്ഞത് പ്രകാരം ഗ്യാരി ഇപ്പം അയാളുടെ ടാങ്കിലേക്ക് കയറാണ്. ഈ സമയം തന്നെ ആലിസണും ഗ്യാരിയും അവരുടെ ആ വാനിലാണ് പോകുന്നത്. അങ്ങനെ ആ വാനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ ശരിക്കൊന്ന് പരിചയപ്പെട്ടു. അവരിപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ്. അതായത് ആലിസൺ പറയുന്നത് അവളുടെ ഫാമിലിയെ കുറിച്ചാണ്. അവൾക്ക് അമ്മയും മകളും ഉണ്ടെന്നുള്ള കാര്യം. അവളത് പറഞ്ഞു കഴിയുമ്പം ഗ്യാരി അവന്റെ പേഴ്സണൽ കാര്യങ്ങളും അവളുടെ അടുത്ത് പറഞ്ഞു. അതായത് അവന്റെ ഭാര്യ മരിച്ചുപോയി, ഉള്ളത് 2 ആമക്കളാണ്. അതിൽ ഡോണി ഇപ്പം ഒരു ബിൽഡിങ്ങിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ്, ഞാൻ അവനെ രക്ഷിക്കാനാണ് പോകുന്നത് എന്നിങ്ങനെയുള്ള അയാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഗ്യാരി ഇപ്പം ആലിസന്റെ അടുത്ത് പറയുന്നത്. ഈ സമയവും ഡോണിയും കേറ്റ്ലിനും ആ ബിൽഡിങ്ങിനകത്ത് തന്നെയാണ്. അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ആരും അങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് ഡോണി വേഗം അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നാൽ അവൻ വിചാരിച്ച പോലെ ആരും അങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ ഇപ്പോൾ ഒരു വലിയ പൈപ്പ് പൊട്ടി. അതിനെ തുറന്ന് അതിൽ നിന്നുള്ള വെള്ളം മൊത്തം ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫോഴ്സിലാണ് ആ വെള്ളം അകത്തേക്ക് വരുന്നത്. ഉടനെ തന്നെ അവരിയ്ക്കുന്ന ഭാഗം മൊത്തം വെള്ളം നിറയും. അതിനു മുമ്പ് അവിടെ നിന്ന് പുറത്ത് കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവിടെ മുങ്ങി മരിച്ചു പോകും. ആ കാര്യം അവർക്കും മനസ്സിലായി.
ഈ സമയം തന്നെ പീറ്ററും ടീമും ഇപ്പൊ സിറ്റിയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവിടെ ഇപ്പൊ ചുഴലിക്കാറ്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ ഒരെണ്ണമല്ല, കുറെ എണ്ണമുണ്ട്. അതെല്ലാം രൂപം കൊണ്ടതിന് ശേഷം അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും തകർക്കാൻ തുടങ്ങി. അവിടെ കുറെ വീടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ചുഴലിക്കാറ്റ് അങ്ങോട്ട് വന്നിട്ട് ആ വീടുകൾ മൊത്തം തകർത്ത് കളയാണ്. എന്നാൽ വേറെ ഒരെണ്ണമാണെങ്കിൽ അവിടെ കുറെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കാറുകൾ തകർത്ത് കളയാണ്. ഈ സമയം തന്നെ നമ്മുടെ കിറുക്കന്മാരാണെങ്കിൽ ഇപ്പൊ ഒരു വയലിൽ നിൽക്കുകയാണ്. ഒരു ചുഴലിക്കാറ്റ് ഇപ്പം അവരുടെ അടുത്തേക്ക് എത്തി. എന്നാൽ അവന്മാർ അടിച്ച് ഫിറ്റ് ആയതുകൊണ്ട് നല്ല മൂഡിലാണ്. ആ ചുഴലിക്കാറ്റ് അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ അമ്മമാർ അവിടെ നിന്ന് രക്ഷപ്പെടാനല്ല ശ്രമിക്കുന്നത്, അത് അവരിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുഴലിക്കാറ്റ് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ എടുത്തുകൊണ്ട് അവിടുന്ന് പോവാണ്. ഈ സമയം തന്നെ ഒരു ചുഴലിക്കാറ്റാണെങ്കിൽ ആലിസൺ ഓടിക്കുന്ന അവളുടെ വാന്റെ പുറകെയാണ്. അത് ആ വാന്റെ അടുത്ത് എത്തിയതും ആ വാന്റെ കൺട്രോൾ മൊത്തം പോയി. എങ്കിലും ചുഴലിക്കാറ്റ് ആ വാൻ എടുത്തുകൊണ്ട് പോകുന്നില്ല, പകരം ആ ചുഴലിക്കാറ്റ് ആ വാൻ മറിച്ചിടാണ്. ഇതെല്ലാം ആ ടാങ്കിൽ ഇരുന്നിട്ട് പീറ്ററും കൂട്ടരും കാണുന്നുണ്ട്. ആ വാൻ മറഞ്ഞു പോയത് കാണുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി. അതിനുശേഷം വണ്ടി തിരിച്ചിട്ട് അവർ വേഗം വാന്റെ അടുത്തേക്ക് എത്തി. ആലിസനും ഗ്യാരിക്കും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അവർ വേഗം തന്നെ അവരെല്ലാവരും വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കി. എന്നാൽ ഈ സമയം അവർ നോക്കുമ്പോൾ ആ ചുഴലിക്കാറ്റ് ഇപ്പോഴും അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വേഗം അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ അതിനിടയിലാണ് അവിടെ മറഞ്ഞു കിടന്നിരുന്ന ഒരു ടാങ്കറിന് തീ പിടിക്കുന്നത്. ആ ടാങ്കറിൽ നിന്ന് തീ കത്തിയപ്പം ചുഴലിക്കാറ്റ് ആ തീ മൊത്തം അതിന്റെ അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ ആ ചുഴലിക്കാറ്റ് മൊത്തത്തിൽ ഇപ്പൊ തീയായിട്ട് മാറി. അത് നല്ലൊരു വിഷ്വലായിരുന്നു. അതുകൊണ്ട് തന്നെ ജേക്കബ് ഇപ്പൊ പേടിയൊക്കെ മറന്നിട്ട് അതിന്റെ വിഷ്വൽ എടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളിയുടെ അടുത്തേക്കാണ് ഓടുന്നത്. അവർ ആ പള്ളിയുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ജേക്കബ് ഇപ്പം ആ ചുഴലിക്കാരന്റെ വീഡിയോ എടുക്കുന്നവർ കാണുന്നത്. അതിന്റെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ അവർ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവരത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവന്റെ കയ്യിൽ നിന്ന് ആ ക്യാമറ തെറിച്ചുപോയി. മാത്രമല്ല അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. പിന്നീട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ തീ പിടിച്ച ചുഴലിക്കാറ്റ് ഇപ്പൊ അവനെയും കൊണ്ട് അവിടുത്തെ പോവാണ്. അതോടുകൂടെ ജേക്കബിന്റെ പണി തീർന്നു. ഇതെല്ലാം കണ്ട് വളരെ നിസ്സഹായരായിട്ട് നിൽക്കാൻ മാത്രമേ ബാക്കിയുള്ളവർക്ക് സാധിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അവർക്ക് പുറത്ത് നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് എല്ലാവരും വേഗം പള്ളിയുടെ അകത്തേക്ക് പോവാണ്. ഈ സമയവും ആ തകർന്ന ബിൽഡിങ്ങിന്റെ അകത്താണെങ്കിൽ നല്ല ശക്തമായിട്ട് ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡോണിയും കേറ്റ്ലിനും ആ വെള്ളത്തിന്റെ ഫോഴ്സ് കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് അത് സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ആ ചുഴലിക്കാറ്റൊക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം അവർ നേരെ പോകുന്നത് അവിടെ മറഞ്ഞു കിടക്കുന്ന അവരുടെ വാനിന്റെ അടുത്തേക്കാണ്. അവരിപ്പോൾ ആ വാനൊക്കെ ശരിയാക്കി. ഇപ്പൊ അവർ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം ചെന്നിട്ട് ഡോണിയെ കണ്ടുപിടിക്കുക, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നാണ്. അതിനുവേണ്ടി അവർ ആ വണ്ടിയിലേക്ക് കയറി വേഗം തന്നെ അവിടുന്ന് പോവാണ്. ഈ സമയം തന്നെ ഡോണി ആണെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് അവന്റെ അച്ഛനെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. അവനിപ്പോൾ അവിടുത്തെ ഒരു ഗ്യാപ്പിലൂടെ ഫോൺ മുകളിലേക്ക് വെച്ച് കഴിയുമ്പോൾ അവിടെ റേഞ്ച് കിട്ടുന്നുണ്ട്. എന്നാൽ അവൻ അച്ഛന്റെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പം അച്ഛന്റെ കോള് കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛന്റെ വോയിസ് മെയിലിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ ഇതുപോലെ ഈ ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെയുണ്ട്, ഇവിടെ മൊത്തം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. ഈ സമയം ഗ്യാരിയും കൂട്ടരും ആ വണ്ടിയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവരൊരു ട്രക്ക് കാണുന്നത്. കുറച്ച് ആൾക്കാർ ചേർന്ന് അവിടെ പെട്ടുപോയ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണത്. ഇപ്പൊ ഗ്യാരി ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾ ആ പേപ്പർ മില്ലിന്റെ അടുത്തേക്ക് വല്ലതും പോയിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവിടെ മൊത്തം തകർന്നു കിടക്കാണ്, അവിടെ ആരുമില്ല, നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട എന്നാണ് അയാൾ പറയുന്നത്. അയാളത് പറയുമ്പോൾ ആലിസൺ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഡോണിയും കേറ്റിനും ഇപ്പൊ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവുന്നതാണ്. എന്നാൽ എന്തുകൊണ്ടോ ഗ്യാരിക്ക് അങ്ങനെ തോന്നുന്നില്ല. ആ പേപ്പർ മില്ലിന്റെ അടുത്തേക്ക് തന്നെ പോയി നോക്കാം എന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ അവർ വണ്ടിയിൽ കയറി അവിടുന്ന് പോകാൻ തുടങ്ങി. അതിനിടയിലാണ് അയാളുടെ ഫോണിൽ റേഞ്ച് വരുന്നത്. അതോടുകൂടെ ഡോണി അയച്ച ആ വോയിസ് മെയിൽ അയാൾക്ക് കിട്ടി. ആ വോയിസ് മെയിൽ കേട്ട് കഴിയുമ്പോൾ അവൻ ആ പേപ്പർ മില്ലിൽ തന്നെ ഉണ്ട് എന്നൊക്കെ അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ വേഗം അങ്ങോട്ട് വണ്ടി വിടാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ പേപ്പർ മില്ലിന്റെ അടുത്തേക്ക് എത്തി. അവരങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ മൊത്തം തകർന്നു കിടക്കുകയാണ്. ഉടനെ തന്നെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പരിശോധനയിൽ അവർ ഡോണിയുടെ കൈ കണ്ടു. എന്നാൽ അവർക്കിപ്പം ഡോണിയെ വെളിയിലേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം അവരിയ്ക്കുന്നതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇരുമ്പിന്റെ വലിയൊരു പില്ലർ വീണ് കിടക്കുന്നുണ്ട്. ഗ്യാരിയും കൂട്ടർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ പില്ലർ അവിടുന്ന് മാറ്റാൻ പറ്റുന്നില്ല. അത് മാറ്റാതെ താഴെ നിന്ന് കുട്ടികൾ അങ്ങോട്ട് എടുക്കാനും പറ്റത്തില്ല. അങ്ങനെ അവരത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രേക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാനിലേക്ക് കയറിയിട്ട് അത് വളരെ വേഗത്തിൽ ഓടിച്ചു വന്നിട്ട് ആ പില്ലറിന് ഒരു ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ പില്ലർ അവിടുന്ന് മാറി. എന്നാൽ ഈ സമയത്താണ് താഴെ മുങ്ങിക്കിടക്കുന്ന ഡോണിക്ക് ഒരു പണി കിട്ടുന്നത്. ആ പില്ലർ അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പം അതിന്റെ താഴ്ഭാഗം അവന്റെ കാലിൽ സ്റ്റക്കായിരിക്കുകയാണ്. അവനിപ്പോ കാൽ അവിടുന്ന് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ പില്ലർ മാറ്റിയതിനു ശേഷം ഗ്യാരിയും കൂട്ടരും കൂടെ വേഗം തന്നെ കേറ്റ്ലിനെ പുറത്തേക്ക് എടുത്തു. എന്നാൽ അവര് നോക്കുമ്പോൾ ഡോണി മുകളിലേക്ക് പൊങ്ങി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്യാരി വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് അവന്റെ കാൽ അവിടെ സ്റ്റക്കായത് അയാൾ കാണുന്നത്. അങ്ങനെ അയാൾ കഷ്ടപ്പെട്ട് ആ താഴ്ഭാഗത്തായ ഇരുമ്പ് കഷ്ണം മാറ്റി. അതിനുശേഷം വേഗം തന്നെ ഡോണിയെ വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നാൽ ഈ സമയം അവർ നോക്കുമ്പോൾ അവന് ഹാർട്ട് ബീറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗ്യാരി ഇപ്പം അവന് CPR കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേയൊക്കെ CPR കൊടുത്തു കഴിയുമ്പോഴാണ് അവന് ബോധം വരുന്നത്. അവന് കുഴപ്പമൊന്നും പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും ശരിക്കും ആശ്വാസമായി. അങ്ങനെ വേഗം തന്നെ അവർ വണ്ടിയിൽ കയറിയിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവരുടെ വണ്ടിയിലെ TV-യിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. അതിൽ പറയുന്നത് ഇപ്പോൾ ഉണ്ടായ 2 ചുഴലിക്കാറ്റുകളുടെ കാര്യമാണ്. എന്നാൽ ഇത് ഇതുവരെ കണ്ട പോലത്തെ ചെറിയ ചുഴലിക്കാറ്റുകളല്ല, ഇത് വളരെ വലുതാണ്.
ഇതെല്ലാം കാണുമ്പോൾ വണ്ടിയിലിരിക്കുന്നവർക്കും ശരിക്കും ടെൻഷനായി. അങ്ങനെ അവർ സിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് അവർ ആ ഭീമൻ ചുഴലിക്കാറ്റ് നേരിട്ട് കാണുന്നത്. അവരത് ചെക്ക് ചെയ്യുമ്പം അത് സ്കൂളിന് നേർക്കാണ് പോകുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ആ സ്കൂളിലാണല്ലോ ആ കുട്ടികൾ മൊത്തം ഉള്ളത്. അവരിപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് അവരെ കാര്യം അറിയിക്കാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ വേഗം സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ ഗാരിയും കൂട്ടി സ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടികളും പ്രിൻസിപ്പളും എല്ലാം അവർ നേരത്തെ നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവിടെയാണല്ലോ ചുഴലിക്കാറ്റ് ഏൽക്കാത്തത്. അതിലിപ്പോൾ ഗാരി അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നമ്മുടെ സ്കൂൾ ബസ്സൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നമുക്ക് കുട്ടികളെല്ലാവരും കൂടെ ആ ബസ്സിലേക്ക് കയറ്റിയിട്ട് ഇവിടുന്ന് പോവാം എന്നാണ് ഗാരി പറയുന്നത്. എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ പ്രിൻസിപ്പൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോകാനോ? ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമാണ്. സ്കൂളിന്റെ ഈ ഒരു ഏരിയ ചുഴലിക്കാറ്റ് ബാധിക്കാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ ആലിസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് സാർ, ഒരുപാട് വർഷമായിട്ട് ഞാൻ ഈ ചുഴലിക്കാറ്റുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചുഴലിക്കാറ്റുകളെ കുറിച്ചിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എന്നാൽ ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് 2 ഭീമൻ ചുഴലിക്കാറ്റുകളാണ്. ഞാൻ പോലും അതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ചുഴലിക്കാറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്കൂളിന്റെ ഈ ഭാഗത്തിനും അതിനെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത് എന്നാണ് അവള് പറയുന്നത്. ഇപ്പൊ ചുഴലിക്കാറ്റിന്റെ ഒരു എക്സ്പേർട്ടും കൂടെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പ്രിൻസിപ്പൾ തന്നെ സമ്മതിച്ചു. അതിനെ തുടർന്ന് എല്ലാവരും വേഗം സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് കുട്ടികളെ എല്ലാവരെയും അവർ ഓരോരോ ബസ്സിലേക്ക് കയറ്റി. ഗാരിയും ടീമും ഒരു ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ വേഗം തന്നെ എല്ലാ ബസ്സും ആ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ ബസ്സുകളൊക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ആ ചുഴലിക്കാറ്റ് സ്കൂളിലേക്ക് വരുന്നത്. ആലിസൺ പറഞ്ഞ പോലെ തന്നെ ആ ചുഴലിക്കാറ്റ് സ്കൂൾ മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. ഇതെല്ലാം ബസ്സിലിരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്. അവരാണെങ്കിൽ വണ്ടി നിർത്താതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആ റോഡിന് നടുവിലേക്ക് ഒരു കറണ്ടിന്റെ ടവർ വീഴുന്നത്. ബാക്കി എല്ലാ ബസ്സുകളും അപ്പുറത്തേക്ക് പോയി. എന്നാൽ ഗാരിയും കൂട്ടരും ആ ടവറിന്റെ ഇപ്പുറത്താണ്. അവർക്കിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഇനി അവിടെ ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ വണ്ടി തിരിച്ചിട്ട് മറ്റൊരു റൂട്ടിൽ പോവാണ്. എന്നാൽ ആ റൂട്ടിൽ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെയും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിയിലായിട്ട് ഒരു ഓവുചാൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മൊത്തം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യം കൂടെ കണ്ടു കഴിയുമ്പോൾ വീണ്ടും അവിടുന്ന് വണ്ടി തിരിക്കാം എന്നാണ് ഗാരി പറയുന്നത്. എന്നാൽ ഈ സമയം ഗാരിയുടെ അടുത്തായിട്ട് ഡോണി ഇരിക്കുന്നുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി തിരിക്കല്ലേ, ഇവിടെ ഇനി ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ആ ഓവുചാലാണ്. ഞാൻ ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ എന്തൊക്കെയാണുള്ളത് എന്ന കാര്യം എനിക്കറിയാം. നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഓവുചാലിന്റെ അടിയിലേക്ക് പോവാം. എന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് നമ്മളെ ബാധിക്കത്തില്ല, അത്രയും പവർഫുൾ ആണത് എന്നാണ് ഡോണി പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ വേഗം തന്നെ ആ ഓവുചാലിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അവരവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഓവുചാലിന്റെ അകത്തേക്ക് കയറാനുള്ള ഭാഗം ഒരു ഗേറ്റ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിലെ അവർക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല. എന്നാൽ ഡോണിക്ക് മറ്റൊരു വഴി അറിയാം. അവിടെ പണിയെടുക്കുന്നവർക്ക് ആ ഓവുചാലിന്റെ അടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്, അതിലേ പോവാം എന്നാണ് അവൻ പറയുന്നത്. അതിനെ തുടർന്ന് ഓരോരുത്തരായിട്ട് ആ ഹോള് വഴി താഴേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇപ്പൊ ആ ഓവുചാലിന്റെ അടിയിലേക്ക് എത്തി. എല്ലാവരും അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ 2-3 മിനിറ്റ് കഴിയുമ്പോൾ ആ ഭീമൻ ചുഴലിക്കാറ്റ് ഇപ്പൊ ആ ഓവുചാലിന്റെ അടുത്തേക്ക് എത്തി. ഈ ഓവുചാലിന്റെ കുറച്ചപ്പുറത്തായിട്ട് എയർപോർട്ട് ഉണ്ട്. ഇപ്പൊ ആ ചുഴലിക്കാറ്റ് നേരെ പോയിരിക്കുന്നത് ആ എയർപോർട്ടിലേക്കാണ്. അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന വിമാനങ്ങളൊക്കെ പൈലറ്റ് ഇല്ലാതെ പറക്കാൻ തുടങ്ങി. വിമാനങ്ങൾ മാത്രമല്ല, അവിടെ താഴെയായിട്ട് കുറെ ട്രക്കുകൾ ഇങ്ങനെ നിരത്തി പാർക്ക് ചെയ്തിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ഇപ്പം ആ ട്രക്കുകളെയും തെറിപ്പിച്ചു കളഞ്ഞു. അതെല്ലാം കൂടെ ഇപ്പൊ ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു കിടക്കുകയാണ്. അങ്ങനെ കുറെ പറന്നതിന് ശേഷം ഒരു ട്രക്ക് ഇപ്പൊ നേരെ തെറിച്ചു വീഴുന്നത് ആ ഓവുചാലിന്റെ അടുത്തേക്കാണ്. അത് വന്ന് ഇടിക്കുന്നത് ആ ഓവുചാലിന്റെ ഒരു ഭാഗം മൂടിയിട്ട ഗേറ്റ് ഉണ്ടല്ലോ അതിലിട്ടാണ്. അത് അവിടെ ഇടിച്ചതിന് ശേഷം പിന്നെയും കറങ്ങി തിരിഞ്ഞിട്ട് ആ ഓവുചാലിന്റെ അപ്പുറത്തേക്കാണ് ചെന്ന് വീഴുന്നത്. ഈ സമയം അകത്തുള്ള ആൾക്കാർ നോക്കുമ്പോൾ ആ ഗേറ്റിന്റെ ജോയിന്റ് വിട്ടുപോയി. അതിപ്പോ അവിടെ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ കാറ്റങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരും ആ വഴി വലിച്ചോണ്ട് പോകും എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അവരെല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ പീറ്റർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഇതുവരെ ഷൂട്ട് ചെയ്ത ആ വിഷ്വൽസിന്റെ ടേപ്പ് ഉണ്ടല്ലോ അതെല്ലാം അയാൾ ഗാരി ഏൽപ്പിച്ചു. എന്നിട്ട് വേഗം തന്നെ അയാൾ ആ ഓവുചാലിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അയാൾ ചെന്നിട്ട് അയാളുടെ ടാങ്കിന്റെ അകത്തേക്ക് കയറി. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ ചുഴലിക്കാറ്റ് പങ്കെടുത്തി അതിപ്പോ ആലിസനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുമ്പോഴേക്കും പീറ്റർ അവന്റെ ടാങ്കുമായിട്ട് വന്നിട്ട് ആ ഗേറ്റിന് ഇടിക്കുകയാണ്. അതോടുകൂടെ ഗേറ്റ് പഴയതുപോലെ. അങ്ങനെ കഷ്ടിച്ചാണ് ആലിസൺ രക്ഷപ്പെടുന്നത്. അങ്ങനെ ആലിസനെ സേഫ് ആക്കിയതിനു ശേഷം പീറ്റർ ഇപ്പം അയാളുടെ ടാങ്ക് അവിടെ ആങ്കർ ചെയ്യുകയാണ്. അയാളിപ്പം അത് അവിടെ തറയിൽ ഫിക്സ് ചെയ്തു. അതിനുശേഷം അയാൾ ഗാരിയെ വിളിച്ചു. എന്നിട്ട് ആ വിഞ്ച് അവിടെ കണക്ട് ചെയ്യാനാണ് അയാളിപ്പോ ഗാരിയുടെ അടുത്ത് പറയുന്നത്. അതിനെ തുടർന്ന് ഗാരി ഇപ്പൊ ആ വണ്ടിയിൽ നിന്നും ആ റോപ്പ് വലിക്കാൻ തുടങ്ങി. ആ ഓവുചാലിന്റെ അപ്പുറത്തായിട്ട് ആ ട്രക്ക് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അയാൾ ആ റോപ്പ് എടുത്തിട്ട് ആ ട്രക്കുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി. എന്നാൽ ഒരു 2 സെക്കൻഡും കൂടെ കഴിഞ്ഞപ്പോൾ ആ ചുഴലിക്കാറ്റ് അങ്ങോട്ട് എത്തി. ആ വിഞ്ച് കണക്ട് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ ചുഴലിക്കാറ്റ് ഉടനെ തന്നെ പീറ്ററിന്റെ ആ വണ്ടി എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാണ്. കുറെ പോയി മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അയാൾക്ക് അവിടെ നിന്നുകൊണ്ട് ശാന്തമായിട്ടുള്ള ആകാശം കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നത്. ആദ്യമായിട്ടാണ് അയാൾ അതുപോലൊരു കാഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ശരിക്കും സന്തോഷമായി. എന്നാൽ അടുത്ത സെക്കൻഡിൽ പോയതിനേക്കാളും വേഗത്തിൽ അയാളുടെ വണ്ടി താഴേക്ക് വരികയാണ്. അങ്ങനെ ആ വണ്ടി താഴേക്ക് വീണിട്ട് പീറ്ററിന്റെ പണി തീരുകയും ചെയ്തു.
അങ്ങനെ കുറച്ചു സമയം കൂടെ കഴിഞ്ഞപ്പം ആ ചുഴലിക്കാറ്റൊക്കെ പോയി. എല്ലാവരും ഇപ്പം ആ ഓവുചാലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തകർന്നു നടക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ആലിസിനിപ്പം അവളുടെ മകളുടെ അടുത്തേക്ക് എത്തി. ഇതേ സമയം തന്നെ ഗാരിയും കുട്ടികളും അവരുടെ വീട്ടിലാണ്. അവരുടെ വീടൊക്കെ തകർന്നു പോയിട്ടുണ്ട്, എങ്കിലും അവർക്കത് റീബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടൽ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.